ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. എന്താണ് സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി? അതായത് സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ ഒരു കാര്യം വളരെയധികം വിൻ റേറ്റ് കൂടിയ ഒരു സ്ട്രാറ്റജിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്ത് ആ ഒരു എൻട്രി റൂട്ട് നമ്മൾ കയറിയാൽ നമുക്ക് ഏകദേശം കറക്റ്റായിട്ടൊരു 1:2 or 2 എബോവ്, ഓക്കെ, 1:2 എന്നുള്ള രീതിയിൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു ബാക്കപ്പായിട്ട് നമുക്ക് വേറെ മറ്റ് എൻട്രികളൊക്കെ പുഷ് ചെയ്യാം. അത് നമുക്ക് പിന്നീട് നോക്കാം. മെയിനായിട്ട് ഈ സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയിൽ ഏകദേശം ഒരു 1:2 എന്നുള്ള രീതിയിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ടാർഗറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയിൽ പലരും റിസ്കി ട്രേഡ്സ് എടുക്കുന്നവരുണ്ട് സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയിൽ. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഈ റിസ്കി എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നതിൽ നിന്നും പല കാര്യങ്ങളും അവോയ്ഡ് ആക്കി എൻട്രി എടുക്കുന്ന പല ആൾക്കാരുണ്ട്. ഓക്കെ, ആ രീതിയിൽ അത് പഠിച്ചു വെച്ചിരിക്കുന്നവരുമുണ്ട്. അപ്പം അങ്ങനെ അല്ലാണ്ട് കറക്റ്റ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു എൻട്രിക്ക് അത്രയും ഒരു ബ്യൂട്ടിയാണ്. ഓക്കെ, അപ്പം കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഒന്നിലധികം കൺഫർമേഷൻസ് എടുക്കുക, ആ രീതിയിൽ ഒരു എൻട്രിയിലോട്ട് പ്രവേശിക്കുക. ഓക്കെ, അപ്പം എന്താണ് സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഇമേജിൽ കുറച്ചധികം കാര്യങ്ങൾ കാണുന്നുണ്ട്. സെഷൻസ്, എൻട്രി ടൈം, എൻട്രി മോഡൽ, ലിക്വിഡിറ്റി കാണുന്നുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണുന്നുണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു എൻട്രി മോഡൽ നിങ്ങളിവിടെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി ഇതിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് എൻട്രി എടുക്കാം, ടാർഗറ്റ് ഹിറ്റാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഈ ഒരു സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ആ ഒരു വിൻ റേറ്റ് എങ്ങനെ കൂട്ടാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് വൺ, സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയിൽ ടൈം ഫ്രെയിം ഉണ്ട്. ഓക്കെ, ടൈം ഫ്രെയിം ഉണ്ട്, ട്രേഡിംഗ് ടൈമും ഉണ്ട്. ഫസ്റ്റ് വൺ, ടൈം ഫ്രെയിം. ഏത് ടൈം ഫ്രെയിമിൽ നമുക്ക് ആ ഒരു സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയിൽ നമുക്ക് എൻട്രി എടുക്കേണ്ടത് എന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 5 മിനിറ്റ്, ഓക്കെ, ആ ഒരു 5 മിനിറ്റിലായിരിക്കും നമ്മൾ സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയിൽ എൻട്രി എടുക്കുന്നത്. പിന്നെ ട്രേഡിംഗ് ടൈം, ഈ ട്രേഡിംഗ് ടൈമിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു 5 മിനിറ്റിലാണ്. ഓക്കെ, 5 മിനിറ്റിലാണ് നമുക്ക് എൻട്രി. ഓക്കെ, നെക്സ്റ്റ് കാര്യം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന നെക്സ്റ്റിന് പറയുന്ന ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും സംഭവിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ആ ടൈം ഫ്രെയിമിന് മുമ്പ് സംഭവിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം, മാർക്കറ്റ് ഒന്നെങ്കിൽ മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിൽ വരുന്നു മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്നു മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ തന്നുകൊണ്ട് വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, ഒരു മാർക്കറ്റ് ഫസ്റ്റ് വൺ, ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു കാര്യം പറയുവാണെങ്കിലും അപ്പോൾ ഏതൊരു എൻട്രി നോക്കുവാണെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിനെ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയിൽ, അതായത് ഈ സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ലണ്ടനിലും, ഓക്കെ, അതുപോലെ ലണ്ടനിലൊരു ടൈം ഫ്രെയിമിലും, അതുപോലെ തന്നെ ന്യൂയോർക്ക് സെക്ഷനിലൊരു ടൈം ഫ്രെയിമിലും, അതുപോലെ തന്നെ ന്യൂയോർക്ക് സെക്ഷനിൽ 2 ടൈം ഫ്രെയിമിലുമായിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഏഷ്യൻ സെഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഡേയുടെ ഹൈ ഉണ്ട്, അല്ലെങ്കിൽ ഡേയുടെ ലോ ഉണ്ട്, അല്ലെങ്കിൽ സ്വിങ് ലോ ഉണ്ട്, അല്ലെങ്കിൽ സ്വിങ് ഹൈ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ ലോസ് കാണും, അല്ലെങ്കിൽ ഈക്വൽ ഹൈസ് കാണും. അപ്പം ഏതൊരു ലിക്വിഡിറ്റിയോ കാര്യങ്ങളോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം അവിടെ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിരിക്കണം, അത് മസ്റ്റാണ്. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം, ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്താൽ മോസ്റ്റായിട്ട് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? മാർക്കറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചെയ്താൽ എന്ത് വരും? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുക, ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുക, ദെൻ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തരിക. ഓക്കെ, ദെൻ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്താൽ മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പം ഈ ഒരു കാര്യം, അതായത് ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മളിനി പറയാൻ പോകുന്ന ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും സംഭവിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അതിനു മുമ്പ് സംഭവിച്ചാലും നോ പ്രോബ്ലം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയധികം അവിടെ വിൻ റേറ്റ് കൂടും.
ഓക്കെ. അല്ലാണ്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരിക, ദെൻ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് ചിലപ്പം പ്രോഫിറ്റിലെത്താം, ചിലപ്പം പ്രോഫിറ്റിലെത്താണ്ടിരിക്കാം. അങ്ങനെ അത് പ്രോഫിറ്റിലെത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് മെയിനായിട്ട് മിക്കവാറും ഈ കാര്യങ്ങൾ സംഭവിച്ച് കാണും. ഓക്കെ, ഒന്നെങ്കിൽ മാർക്കറ്റ് ഡേ ഹൈ, അല്ലെങ്കിൽ ഡേ ലോ, അല്ലെങ്കിൽ ഈക്വൽ ഹൈ, അല്ലെങ്കിൽ ഈക്വൽ ലോ. ഓക്കെ, അല്ലെങ്കിൽ വീക്ക് ഹൈ, അല്ലെങ്കിൽ വീക്ക് ലോ, അല്ലെങ്കിൽ ഏഷ്യൻ ഹൈ, അല്ലെങ്കിൽ ഏഷ്യൻ ലോ. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്വിങ്ങിൻ്റെ ഹൈ അല്ലെങ്കിൽ സ്വിങ്ങിൻ്റെ ലോ, ആ രീതിയിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കണം. അത് മസ്റ്റാണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി എടുത്തു, ദെൻ മുകളിലോട്ട് പോയ മാർക്കറ്റ് ദെൻ മുകളിലോട്ട് പോകാണ്ട് തിരിച്ച് ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് എടുത്ത് തിരിച്ച് താഴോട്ട് വരുന്നു. അങ്ങനെ താഴോട്ട് വന്നാൽ എന്ത് കിട്ടും? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാലോ? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ഓക്കെ, അതിന് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു മൂവ്മെൻറ്റിൽ എവിടെയാണെങ്കിലും നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടണം. എത്ര ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നാലും നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ആ ഒരു അധികം റിസ്ക് എടുക്കാണ്ട് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതും പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന് നേരെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്താൽ മാർക്കറ്റ് താഴോട്ടിറങ്ങും. അതൊക്കെ നമുക്ക് ഏത് രീതിയിൽ എടുക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ. ഓക്കെ, ഇവിടെ ഒരു ബൈ സൈഡ് ഡെലിവറി നിങ്ങൾ കണ്ടു, നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കണ്ടു, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ മാർക്കറ്റ് നെക്സ്റ്റ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ വരെ, ഓക്കെ, ആ ഒരു ഏരിയ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ടാർഗറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ നമ്മളൊരു ബൈ സൈഡ് കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സെൽ സൈഡ് എൻട്രിയാണ് നമ്മളിവിടെ നോക്കിയത്. ഇവിടെ ഒരു ബൈ സൈഡ് എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തു. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പാണ്. ദെൻ മാർക്കറ്റ് എന്ത് തന്നു? ഈ ഒരു ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. ദെൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പല കൺസെപ്റ്റുമായിട്ട് ഒരു സാമ്യം തോന്നും നമുക്ക്. പക്ഷേ ഇവിടെയുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആ ഒരു ടൈം ഫ്രെയിം, ഓക്കെ, 5 മിനിറ്റ് ടൈം ഫ്രെയിമും അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ഏത് ടൈമിലാണ് ഇത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എന്ത് നോക്കണം? ലിക്വിഡിറ്റി നോക്കണം. അതുപോലെ തന്നെ ദെൻ എന്ത് നോക്കണം? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കണം, കൺഫേം റിവേഴ്സൽ. ഓക്കെ, ഈ കൺഫേം റിവേഴ്സൽ അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും എൻട്രി നോക്കാം, അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരിക്കും നമ്മളുടെ എൻട്രി. ഓക്കെ, ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിലോ ആ രീതിയിൽ നമുക്ക് നോക്കാം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ആ ഒരു ടൈം ഫ്രെയിമിനിടയിൽ, ആ ഒരു ടൈം ഇൻ്റർവെല്ലിനിടയിൽ മാർക്കറ്റ് ഒരു 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടാൽ എന്ത് ചെയ്യും? ഇപ്പം പെട്ടെന്ന് അധികം ക്ഷമയില്ലാതെ നിൽക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കാനായിരിക്കും മോസ്റ്റ് ആൾക്കാർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ലെന്നുണ്ട്, നമുക്ക് ആ ഒരു ട്രേഡ് വിന്നിലെത്തണമെന്നുണ്ട്. അങ്ങനെ കിട്ടാത്തതാണെങ്കിൽ ട്രേഡ് എടുക്കണ്ട, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മളൊന്നുമില്ല, നേരെ ഫിബ് വെക്കുന്നു. ഫിബ് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ഡിസ്കൗണ്ട് സോണും നമ്മളാ ഒരു പ്രീമിയം സോണും നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ ഏതായിരിക്കും ഡിസ്കൗണ്ട് സോൺ, ഏതായിരിക്കും പ്രീമിയം സോണ്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പ്രീമിയം സോണാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡിസ്കൗണ്ട് സോണാണ്. നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് സോണിൽ ബൈ ചെയ്ത് പ്രീമിയം സോണിൽ സെല്ല് ചെയ്യുക. ഓക്കെ, ആ പ്രീമിയം സോണിൻ്റെ എൻഡിൽ സെല്ല് ചെയ്യുക. അതാണ് അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള രീതി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എൻട്രി നോക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അല്ലാണ്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് കയറിപ്പോയ ചാൻസ് കാണും. ചിലപ്പോൾ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ അത്രത്തോളം റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിൽ അത്രയും റിസ്ക് ഇല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ നോക്കി കാണുക. ഓക്കെ, അപ്പം പ്രീമിയം സോണിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അത്രത്തോളം സ്റ്റോപ്പ് ലോസും ഒക്കെ ഉണ്ട് വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
അപ്പോൾ നമുക്ക് എൻട്രി എവിടെ ആയിരിക്കും? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരിക്കും എൻട്രി. ഇനി ഏത് ടൈം ഇൻ്റർവെല്ലിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്? നമ്മൾ ജസ്റ്റ് ചാർട്ടിലോട്ട് പോകും. അങ്ങനെ നമ്മൾ ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ടൈം ഫ്രെയിമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരേണ്ടത്? ഏത് ടൈം ഇൻ്റർവെല്ലിലാണ് നമ്മൾ ആ ഒരു എൻട്രി എടുക്കേണ്ടത്? അതായത് ഫസ്റ്റ് വൺ നമ്മൾ ഒരു ലണ്ടൻ സെഷൻ. ഓക്കെ, ലണ്ടൻ സെഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 AM to 4 AM. ഓക്കെ, നമ്മൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റും ആ ഒരു ടിപ്പും ഓക്കെ ആ ഒരു കാര്യങ്ങളും എത്തിയതിനു ശേഷം മാർക്കറ്റ് ഈ 3 AM അല്ലെങ്കിൽ 4 AM ശേഷം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തരിക. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഈ ടൈം ഇൻ്റർവെല്ലിനിടയിൽ എൻട്രി എടുക്കുക. ഓക്കെ, ലണ്ടൻ സെഷൻ. അതുപോലെ ന്യൂയോർക്ക് AM ഉണ്ട്, ന്യൂയോർക്ക് PM ഉണ്ട്. ന്യൂയോർക്ക് AM ആണെങ്കിലോ ഒരു 10 AM to 11 AM. ഓക്കെ, അതുപോലെ തന്നെ ന്യൂയോർക്ക് PM സെഷൻ ആണെങ്കിലോ ഏകദേശം 2 PM to 3 PM. അപ്പോൾ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിനിടയിലാണ് നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതായത് ലണ്ടൻ സെഷൻ ആകുമ്പോൾ 3 AM to 4 AM, അതുപോലെ തന്നെ ന്യൂയോർക്ക് സെഷൻ ആകുമ്പോൾ 10 AM to 11 AM, അതുപോലെ തന്നെ ന്യൂയോർക്ക് PM സെഷൻ ആണെങ്കിൽ ഏകദേശം 2 PM to 3 PM. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ എങ്ങനെ ആ ഒരു എൻട്രി നമുക്ക് പ്ലേസ് ആക്കാം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ആ ഒരു ടൈം ഇൻ്റർവെൽ ഇപ്പം ഇവിടാണ് നിങ്ങൾക്ക് ആ ഒരു ടൈം ഇൻ്റർവെൽ അല്ലെങ്കിൽ ഒരു ലണ്ടൻ സെഷനിൽ ആ ഒരു ടൈം ഇൻ്റർവെൽ ഇവിടാണ് എങ്കിൽ ഓക്കെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഏകദേശം ഒരു മൂവൊക്കെ ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് വന്നു. ഓക്കെ, ഏകദേശം മൂവ് ചെയ്ത് വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈയെ ഇവിടെ വെച്ച് എടുക്കുക എന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ വെച്ച് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. ദെൻ മാർക്കറ്റ് എന്താണ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എൻട്രി നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മളിവിടെ ഒരു ഹൈയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതായിട്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. ഓക്കെ, ദെൻ എന്ത് തന്നു? ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് മാർക്കറ്റ് എൻട്രി എടുത്തു. ഇനി ഇങ്ങനെയല്ല ഈ മാർക്കറ്റ് ഇങ്ങനെ ലിക്വിഡിറ്റി എടുത്താലോ? ഇങ്ങനെ ലിക്വിഡിറ്റി എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിനിടയിൽ ഓക്കെ ആ ടൈം ഇൻ്റർവെല്ലിന് മുമ്പ് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബട്ട് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ടൈം ഇൻ്റർവെല്ലിന് ഇടയിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രീതിയിൽ ആ ഒരു എൻട്രിയെ നോക്കി കാണണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എൻട്രി നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. എങ്ങനെ എടുത്തിട്ടുണ്ട്? നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു ലോയിലെ ലിക്വിഡിറ്റി ഈ ഒരു ലോയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന ടൈം ഇൻ്റർവെൽ ഏതാ? ഏകദേശം 10 AM to 11 AM. 10 AM to 11 AM വരെ ഏതാ? ന്യൂയോർക്ക് AM സെഷനാണ്. ഓക്കെ, ന്യൂയോർക്ക് AM സെഷനാണ്. അപ്പം ന്യൂയോർക്ക് AM സെഷൻ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് തോന്നുന്നു? മാർക്കറ്റ് ഈ ഒരു ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തേക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയാലോ നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഈ ഒരു ടൈം ഫ്രെയിമിനിടയിൽ നമുക്ക് എൻട്രിയാണ് നെക്സ്റ്റ് വേണ്ടത്. ഓക്കെ, ആ ഒരു ടൈം ഫ്രെയിമിനിടയിൽ നമുക്ക് ആ ഒരു എൻട്രി വേണം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് ഏകദേശം കൺഫർമേഷനും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നമ്മളൊരു എൻട്രി പുഷ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഒരു ടൈം ഫ്രെയിമിനിടയിൽ നമ്മളൊരു എൻട്രി പുഷ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു എൻട്രി പുഷ് ചെയ്ത് നമുക്ക് ഇവിടെ ഏകദേശം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡലിന് താഴെയായിട്ട് വെക്കാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തു. നമ്മൾ ഏകദേശം ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആ ഒരു ക്യാൻഡിൽ പാറ്റേണിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ആ ഒരു എൻട്രി വെച്ച് നമുക്ക് ഏകദേശം 1:2 എന്നുള്ള രീതിയിൽ ആ ഒരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി നടന്നു പോകുന്നത്. ഓക്കെ, കറക്റ്റ് ക്ലിയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു.
മാർക്കറ്റ് ഇവിടെ എന്ത് വന്നു, മാർക്കറ്റ് ഈ ഒരു ഹൈയ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. അങ്ങനെ നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് കറക്റ്റ് സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പം നമ്മൾ പലയിടത്ത് നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ആൾക്കാർ ഇതിനെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ട് ഇപ്പോൾ പലയിടത്ത് നമുക്ക് കാണാം. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ടൈം ഫ്രെയിമിനിടയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രം തന്നാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ ശരിയാവും. അങ്ങനെ നോക്കിയാൽ ഒരിക്കലും ശരിയാവത്തില്ല. കാര്യം മാർക്കറ്റ് നമുക്ക് ഒന്നാമത്തെ കാര്യം, മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്താൽ മാർക്കറ്റ് നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് റിവേഴ്സായി എന്നുള്ള ഉറപ്പെങ്കിലും നമുക്കിവിടെ കിട്ടണം. ഓക്കെ, ഞാനെപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺഫർമേഷൻസ് ആണ് വേണ്ടത്. കാര്യം ട്രേഡിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ കിടക്കുന്നത് മണിയാണ്, അത് ഇമോഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എൻട്രികൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ രീതി നോക്കുക. അതുപോലെ തന്നെ ഇതൊരു കറക്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം പല ടൈപ്പിൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഈ ഒരു കീ പോയിന്റ്, ഓക്കെ, ഈ ഒരു കീ പോയിന്റ് ലിക്വിഡിറ്റി, അതായത് നല്ലൊരു ലോഡ് ലിക്വിഡിറ്റിയാണ് ഇവിടെ മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ലോ, ഓക്കെ, അതുപോലെ തന്നെ സെഷൻസ് ഹൈ ലോ, അതായത് ഏഷ്യൻ സെഷൻ, അതുപോലെ തന്നെ ഏഷ്യൻ സെഷൻ്റെ ഹൈയും ലോയും അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ 50 മിനിറ്റ്സിൻ്റെ ഹൈ ലോ, ഓക്കെ, അതുപോലെ തന്നെ വീക്ക് ഹൈ ലോ, അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഈക്വൽ ഹൈ ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ എൻട്രി അത്രയും പക്കയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ നോക്കിക്കണ്ട് ഈ രീതിയിൽ തന്നെ മാർക്കറ്റിൽ കൺഫർമേഷൻസ് എടുത്ത് എൻട്രി പുഷ് ചെയ്താൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാൻ പറ്റും. രണ്ട് രീതിയിൽ നോക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എൻട്രി കറക്റ്റ് സിൽവർ ബുള്ളറ്റ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലിക്വിഡിറ്റി എടുത്തു മാർക്കറ്റ്, ദെൻ എന്താണ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഇവിടെ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്ന്, ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്ന്, പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്തില്ല. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, ഫസ്റ്റ് വൺ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി എടുത്തു, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ, അതായത് നമ്മളെ ഈ ഒരു ടൈം സെഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഏകദേശം ഒരു 10 AM to 11 AM തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം, പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രം നോക്കി സിൽവർ ബുള്ളറ്റിൽ എൻട്രി എടുക്കാൻ നിന്ന് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കത്തില്ല. ഇവിടെ കറക്റ്റ് നമുക്കൊരു ലോസ് കിട്ടും. മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുത്തേക്കുന്നതാണ്, ഈ ഒരു റേഞ്ചിൻ്റെ, അതുപോലെ ഈ റേഞ്ചിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. അപ്പം ദെൻ മാർക്കറ്റ് താഴോട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. മാർക്കറ്റ് വേറെ കൺഫർമേഷൻസോ കാര്യങ്ങളോ മുകളിലോട്ട് പോകാനുള്ളതൊന്നും തന്നിട്ടില്ല. പക്ഷേ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ട നെക്സ്റ്റ് കാര്യം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇവിടെയും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. എവിടെ? ഈ ഒരു റേഞ്ചിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നമ്മളതും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്തേക്കുന്നത് താഴത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ദെൻ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നോക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളുടെ ആ ഒരു കുറച്ചുകൂടെ എക്സ്ട്രാ കൺഫർമേഷൻസും കാര്യങ്ങളും ഉണ്ട്. കാര്യം ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം നമ്മളാ ഒരു സ്റ്റോപ്പ് ലൂസ് ഇവിടെ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ടാർഗറ്റ് ഏകദേശം ഒരു 1:2 എന്നുള്ള രീതിയിൽ നോക്കാം.
ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് എൻട്രികൾ പുഷ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഒന്നിലധികം കൺഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല എൻട്രിയാണ്. അപ്പം ആ രീതിയിലും ഒക്കെ നമുക്ക് ഇത് ജസ്റ്റ് ഒരു ലോജിക്കാണ്. കാര്യം നമ്മൾ ഒന്നിലധികം കൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഈ ടൈപ്പ് എൻട്രിയും അതുപോലെ തന്നെ ഓക്കെ ഇത് നമ്മൾ കറക്റ്റ് ക്ലിയർ ആ ഒരു കൺസെപ്റ്റ് തന്നെ ക്ലിയർ ആയിട്ട് എടുത്ത് വെച്ച് നമ്മൾ ആ ഒരു എൻട്രി എടുത്തു. കാര്യം ഇവിടെ മാർക്കറ്റ് റിവേഴ്സ് ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു സിൽവർ ബുള്ളറ്റ് ടൈം ഇൻ്റർവെല്ലിൽ ഏകദേശം അതിന് ശേഷവും മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് ഏകദേശം ഇത്രത്തോളം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ഒരു 1:2 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാർക്കറ്റിന് ആ രീതിയിൽ നമ്മൾ ഇമോഷൻസും കാര്യങ്ങളും അനുസരിച്ച് മാർക്കറ്റിൽ എൻട്രി എടുക്കുക, ഇറങ്ങുക. അപ്പോൾ ആ രീതിയിൽ സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജിയെ കാണുക. അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സിൽവർ ബുള്ളറ്റ് സ്ട്രാറ്റജി ഈ പറഞ്ഞ രീതിയിൽ എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ കൺഫർമേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം കൺസെപ്റ്റുകളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നല്ല ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് എൻട്രികൾ എടുക്കാം. ഓക്കെ, അപ്പം ഇന്ന് പറഞ്ഞ കാര്യം ഏകദേശം ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പം